ഒരു ബൈക്കാരൻ വരുന്നുണ്ട്. വയനാട്ടിലെ പുൽപ്പള്ളി മാനന്തവാടി റോഡിൽ കുറിച്ചിപ്പറ്റയിൽ ഇന്നലെ ഒരു കാട്ടാന കാറിന് മുന്നിലേക്ക് എത്തുന്ന വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ്. കാർ ഓടിച്ചിരുന്ന ഫാദർ ജെയ്സൺ നമ്മളോടൊപ്പം ഉണ്ട്. അച്ഛനാണ് ഇന്നലെ ആനയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടത്. അച്ഛൻ ആദ്യം തന്നെ ചോദിക്കട്ടെ, അത്യാവശ്യം സ്പീഡിൽ ഇറങ്ങി വരുമായിരുന്നല്ലോ ഇറക്കി? അത്യാവശ്യം സ്പീഡിലായിരുന്നു. രാവിലെ എന്താ തോന്നിയത് ആനനെ മുന്നിൽ കണ്ടപ്പോൾ? നമ്മൾ ആനയെ ഇത്ര അടുത്ത് കണ്ടിട്ടില്ല. കാരണം ഒരു ആന നേരെ നമ്മുടെ മുമ്പിലേക്ക്, അതുമല്ല ആളുകൾ അവിടെ നിന്ന് പട്ടിയും ആളുകളെല്ലാം കൂടി ഇതിനെ ഓടിച്ച് ഇറക്കുകയാണ്. അപ്പോൾ അത് അത്യാവശ്യം അസ്വസ്ഥമായിട്ട് ഇറങ്ങി വരും. ഞാനൊരു ഇറക്കം ഇറങ്ങി അങ്ങ് ചെല്ലുന്നു, ആന അവിടെ നിന്ന് ഇറക്കം ഇറങ്ങി വരുന്നു കുറിച്ചിപ്പറ്റയിൽ. അപ്പം ഒരു 10-30 മീറ്ററിന് ദൂരയിൽ ആന നിൽക്കുകയാണ്. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഞാൻ അല്പം ഒന്ന് പുറകോട്ടിറക്കി തിരിക്കാനോ പുറകോട്ട് പോകാനോ പറ്റുമോ എന്ന് നോക്കി, പക്ഷേ രക്ഷയില്ല. പിന്നെ ഒതുക്കി സൈഡിൽ നിർത്തുക എന്നല്ലാതെ ദൈവത്തിൻ്റെ ഒരു പരിപാലനം, അല്ലാണ്ട് ഒന്നും പറയാനില്ല. ക്രാഷ് ബാരിയർ ഉണ്ടായിരുന്നു രണ്ട് സൈഡിൽ, ഒതുക്കാൻ സ്ഥലമില്ല. നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാം. ആന ഇച്ചിരി പുറകിലാണെങ്കിൽ കാട്ടിലോട്ട് കയറിപ്പോവും. പക്ഷേ ആനയ്ക്കും പോകാൻ സ്ഥലമില്ല. സ്ഥലമില്ല. നമ്മുടെ ശരിക്കും ഒരു നിവൃത്തികേടിൻ്റെ സ്ഥലത്തായിരുന്നു. നമ്മളിങ്ങനെ ഒതുക്കി നിർത്തുന്നു. ഇത് നമ്മുടെ അടുത്തോടെ ഇങ്ങനെ വരുവാണല്ലോ, സ്വാഭാവികമായിട്ടും ഭയമുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ ഓണടിക്കുകയോ ലൈറ്റ് ഡിമ്മടിക്കുകയോ ഒന്നും ചെയ്തില്ല. വണ്ടി ഫസ്റ്റ് ഗിയറിലിട്ട് ഇത് കിടക്കുകയാണെങ്കിൽ അപ്പം എടുക്കാമെന്നുള്ള റെഡിയായിട്ട് നിൽക്കുകയാണ്. ജസ്റ്റ് അങ്ങ് പാസ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ നന്നായിട്ട് ആക്സിലേറ്റർ കൊടുത്തു. അപ്പോഴാണ് അത് രണ്ടാമത് വീണ്ടും ഒന്ന് അസ്വസ്ഥമായത്. ദുഃഖവെള്ളിയുടെ കർമ്മങ്ങളൊക്കെ നടത്തി പ്രസംഗം പറഞ്ഞു. പ്രസംഗത്തിനിടയിൽ ഞാൻ ആളുകളോട് പറഞ്ഞു, എനിക്കൊരു ദുഃഖവെള്ളിയാഴ്ച ആവേണ്ടതായിരുന്നു. എന്നേക്കും എൻ്റെ ശവം ഒരുപക്ഷെ എഴുന്നള്ളിക്കേണ്ടി വന്നേനെ. ദൈവം എന്നെ പരിപാലിച്ചത് കൊണ്ട് ഞാൻ ഇന്നിവിടെ. അങ്ങനെയാണ് ന്യൂസ് പുറത്തു വരുന്നതും ഞാനാണെന്ന് ആളുകൾ അറിയുന്നതും. കാറിന് തിരിഞ്ഞു പോകാൻ സ്ഥലമില്ല, ആനയ്ക്കും മാറിപ്പോകാൻ സ്ഥലമില്ലാത്തൊരവസ്ഥയിലായിരുന്നു. പിന്നിലുണ്ടായിരുന്ന ആളുകളൊക്കെ ശബ്ദമുണ്ടാക്കി. അച്ഛൻ്റെ ഒരു മനോധൈര്യവും ഒക്കെ കൂടി ആയപ്പോൾ ആന എന്തായാലും തിരിഞ്ഞ് പോവുകയാണ് ഉണ്ടായത്. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്. ശരി, കമൽ നമുക്കൊപ്പം ഉണ്ട്. കമൽ, എന്ത് സംഭവം ഉണ്ടായാലും, എന്ത് അപകടകരമായ സംഭവം ഉണ്ടായാലും അതിന് ശേഷം നമുക്കതിനെക്കുറിച്ചൊരു തമാശയോടെ പറയാൻ കഴിയുക എന്നതൊരു പ്രത്യേകത തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ദുഃഖവെള്ളി ഇന്നൊരു ദുഃഖവെള്ളി ആയേനെ, എന്നെ കൊണ്ട് നിങ്ങൾ എഴുന്നള്ളേണ്ടി വന്നേനെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ആ നിമിഷത്തെ ഭയം അത് അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലെ ആ ഒരു സാഹചര്യത്തെ മറികടന്ന അദ്ദേഹത്തിൻ്റെ ഒരു ധൈര്യവും, ഒപ്പം ഇപ്പോൾ എത്ര റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നു. നമ്മളെല്ലാവരും ഇന്നലെ ആ ദൃശ്യം കണ്ടതാണ്. ഫാദർ ജെയ്സൺ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ശരിക്കും ആനയുടെ മുന്നിൽ പെട്ടുപോവുകയായിരുന്നു. അത്യാവശ്യം വേഗതയിലാണ് ആ റോഡിലെ ഇറങ്ങി വന്നത്. രണ്ടു ഭാഗത്തും വനമേഖലയാണ്. പക്ഷെ അതല്ല, ഈ രണ്ടു ഭാഗത്തും റോഡിൽ ക്രാഷ് ബാരിയറും വെച്ചിരിക്കുന്നു. ആന പെട്ടെന്ന് വരുമ്പോൾ അദ്ദേഹത്തിന് വശത്തേക്കൊന്നും മാറാനുള്ള ഒരു സാധ്യതയും അവിടെ ഇല്ല. റിവേഴ്സ് പോകാമെന്ന് വെച്ചാലും ഇറങ്ങിയാണ് വരുന്നത്. പുറകിലേക്ക് കയറ്റമാണ്, അത്ര പെട്ടെന്ന് പോകാൻ പറ്റില്ല. അത് ഒക്കെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. മാത്രമല്ല, അപ്പുറത്തു നിന്ന് ആളുകൾ നാട്ടിലിറങ്ങിയ കാട്ടാനെ ഓടിച്ചു കൊണ്ടുവരികയാണ്. പട്ടികളെയൊക്കെ ദൃശ്യത്തിൽ കാണാം. 2 തെരുവ് പട്ടികളും ആനയുടെ പുറകെയുണ്ട്. ആളുകൾ ബഹളം വെക്കുന്നുണ്ട്. അപ്പോൾ ആന കുറച്ച് പ്രശ്നത്തിലാണ് വരുന്നത്. കാരണം പിന്നിൽ നിന്ന് ഓടിക്കുകയാണല്ലോ. അപ്പൊ അതിന്റെ ഒരു ഇതിലാണ് ആന വരുന്നത്. അച്ഛന് വേറെ എങ്ങോട്ടും പോകാൻ മാർഗമില്ല. പക്ഷെ അദ്ദേഹം ധൈര്യം കൈവിട്ടില്ല എന്നുള്ളതാണ്. വണ്ടി ലൈറ്റ് ഇട്ടിട്ടാണ് വന്നത്. ലൈറ്റ് ഡിം ചെയ്യാതെ ഒതുക്കി നിർത്തി അങ്ങനെ തന്നെ ഇരുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ ഫസ്റ്റ് ഗിയറിലിട്ട് ആന മുന്നിൽ നിന്ന് മാറിയാൽ അപ്പോ എടുത്തു പോകാം എന്നുള്ള ഇതിലായിരുന്നു നിൽക്കണ്ടായിരുന്നു. അത് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണായിരുന്നു. അച്ഛൻ പറഞ്ഞതുപോലെ എന്തായാലും ധൈര്യം കൈവിട്ടില്ല. ആന ഒന്ന് അടുത്തേക്ക് വന്നു. അപ്പോഴേക്ക് പുറകിൽ നിന്ന് ആളുകൾ ബഹളം വെക്കുന്നുണ്ട്. അദ്ദേഹം ഹോൺ അടിക്കാനോ വണ്ടി റൈസാക്കാനോ ഒന്നും മുതിർന്നില്ല. പക്ഷെ ആന വണ്ടിയിൽ നിന്ന് മാർഗതടസ്സം ഒഴിവായി ആന സൈഡിലാണ്. ആന കടന്നു എന്ന് മനസ്സിലായ ഉടൻ വണ്ടി എടുത്ത് പോവുകയാണ്. എന്തായാലും വലിയൊരു ഭാഗ്യമാണ്. അപകടമൊന്നും ഉണ്ടായില്ല. മാത്രമല്ല, അദ്ദേഹം ധൈര്യം കൈവിടാതിരുന്നതും ആ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി. കാരണം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഇറങ്ങി ഓടുകയോ അങ്ങനെയൊന്നും ചെയ്ത് പാനിക് ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ സമയത്ത്. ശരിയാണ്, അദ്ദേഹം പറഞ്ഞ പോലെ ദൈവത്തിന്റെ ഒരു പരിപാലനം ഉണ്ടായി എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. എന്തായാലും ഭാഗ്യം തന്നെയാണ് ആ ഒരു അപകടത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ട്. പിന്നെ ഈ ദുഃഖവെള്ളി ദിവസം അദ്ദേഹം പള്ളിയിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹമാണ് ആ അവസരത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതെന്ന് നാട്ടുകാരും അറിയുന്നത്. ശരി.